അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞേ ഒരു രണ്ട് ഓർബിറ്റലിനെ കിട്ടിക്കഴിഞ്ഞാൽ ഹയർ എനർജി ലോവർ എനർജി എന്ന് പറയാൻ പറ്റണം എന്ന് എങ്ങനെ പറ്റണം? ഓരോ നമ്പർ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ഇതൊക്കെ ഞാൻ എഴുതി തരും. തൽക്കാലം ഇപ്പോൾ ഇതൊക്കെ ഒന്ന് വായിക്കുന്നുണ്ട് കേട്ടോ. ഇനി എന്നോട് പറ, ഇതേ ശ്രദ്ധിച്ച് കണ്ടോളണേ. ഒരാള് ഇതേ കേട്ടോളണേ, ലോവർ എനർജിയിൽ നിന്ന് ഒരാൾ ഹയർ എനർജിയിലേക്ക് പോവാണ്. ശരിക്കും കേട്ടോളണേ, ഇതാണ് നമ്മുടെ ഹാർട്ട് പോർഷനാണ് എത്തുന്നത്. അബ്സോർപ്ഷൻ സ്പെക്ട്രത്തിന്റെ എമിഷൻ സ്പെക്ട്രത്തിന്റെ ഹാർട്ട് പോർഷനിലേക്ക് നമ്മൾ എത്തുകയാണ്. ലോവർ എനർജിയിൽ നിന്ന് ഒരാൾ ഹയർ എനർജിയിലേക്ക് പോവാണ്. അതായത് കേട്ടോളണേ, n=1 നിന്ന് ഒരാൾ n=3 പോവാണെന്ന് വിചാരിച്ചോ. n=1 നിന്ന് 2 3 പോയി. ആ ഇലക്ട്രോൺ ഇങ്ങോട്ട് എത്തി. അപ്പൊ ഇലക്ട്രോൺ n=1 എന്ന ഒന്നാമത്തെ ഓർബിറ്റലിൽ നിന്ന് മൂന്നാമത്തെ ഓർബിറ്റലിലേക്ക് പോകാൻ ഇലക്ട്രോണിന് ഒരു താല്പര്യം. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ലോവർ എനർജിയിൽ നിന്ന് ഹയർ എനർജിയിലേക്ക് പോകുമ്പോ അയാള് എനർജി അബ്സോർബ് ചെയ്യുമോ എമിറ്റ് ചെയ്യുമോ? കേട്ടോളേ, അബ്സോർബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് എടുക്കുക, എനർജി ഇങ്ങോട്ട് ആകർഷിക്കുക, എനർജിയെ ഇങ്ങോട്ട് എടുക്കുക. അബ്സോർബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് എടുക്കുക. ഇപ്പൊ ഞാൻ ഈ ചോക്കിനെ ഞാൻ അബ്സോർബ് ചെയ്യുകയാണെ, ചോക്കിനെ ഞാൻ ഇങ്ങോട്ട് എടുത്തു. എമിറ്റ് ചെയ്യണേ, അങ്ങോട്ട് കൊടുത്തു. ആ ചോക്ക് അങ്ങോട്ട് കൊടുത്തു. അപ്പൊ എന്തായി? ചോക്കിനെ എമിറ്റ് ചെയ്തു, ചോക്കിനെ അബ്സോർബ് ചെയ്തു. അപ്പൊ എമിഷനും അബ്സോർപ്ഷനും പഠിച്ചല്ലോ. ഇനി ഞാൻ ചോദിക്കുകയാണെ, ഒരാൾക്ക് ലോവർ എനർജിയിൽ നിന്ന് ഹയർ എനർജിയിലേക്ക് പോകണം. അതായത് ചെറിയ എനർജി ഉണ്ടായിരുന്ന ആൾക്ക് വലിയ എനർജിയിലേക്ക് പോകണം. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, അയാൾ എനർജി ഇങ്ങോട്ട് വാങ്ങണോ അതോ അങ്ങോട്ട് കൊടുക്കണോ? ഒന്ന് ആലോചിച്ചിട്ട് പറ. മനുഷ്യ സഹജമായ ചോദ്യമല്ലേ. ഒരാൾക്ക് ഇപ്പോൾ നിലവിൽ അയാൾക്ക് കുറച്ച് എനർജിയേ ഉള്ളൂ, അയാൾക്ക് കുറെ എനർജിയിലേക്ക് പോകണം. അപ്പൊ അയാൾ എനർജി പുറത്തുനിന്ന് ഇങ്ങോട്ട് എടുക്കേണ്ടി വരുമോ അതോ അങ്ങോട്ട് കൊടുക്കേണ്ടി വരുമോ? സിമ്പിളാണ്, ഇങ്ങോട്ട് എടുക്കേണ്ടി വരും. ഞാൻ അതിനെ ഇങ്ങനെ അവതരിപ്പിച്ചുതരാം, കേട്ടോളേ. എനർജി എന്ന് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ബോറായിരിക്കും. ഞാൻ പറയുകയാണെ, പൈസയുടെ കണക്കിൽ വിചാരിക്കടാ. പൈസയുടെ കണക്കിൽ ലോവർ എനർജി എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവൻ, പൈസ ഇല്ലാത്തവൻ. ലോവർ എനർജി പൈസ ഇല്ലാത്തവൻ, എനർജി എന്നുള്ളത് പൈസ ആയിട്ട് വിചാരിക്ക്. ഹയർ എനർജി എന്ന് പറഞ്ഞാൽ പണക്കാരൻ, പണമുള്ളവൻ, പൈസക്കാരൻ. ആലോചിക്കട്ട. അപ്പൊ ഒരാൾക്ക് ലോവർ എനർജിയിൽ നിന്ന് ഹയർ എനർജി ആവണം. അതായത് ഒരു പാവപ്പെട്ട മനുഷ്യന് നല്ല പണക്കാരനാവണം. പാവപ്പെട്ട മനുഷ്യൻ പണക്കാരനാവണം എന്നുണ്ടെങ്കിൽ അയാൾ കയ്യിലുള്ളതും കൂടി പുറത്തേക്ക് കൊടുക്കണോ അതോ അയാൾക്ക് എവിടെന്നെങ്കിലും കുറച്ച് പൈസ ഇങ്ങോട്ട് കിട്ടണോ? പറ. പാവപ്പെട്ടവൻ പണക്കാരനാവണം എന്നുണ്ടെങ്കിൽ അയാൾക്ക് എവിടെന്നെങ്കിലും പൈസ കിട്ടണം. അങ്ങനെയല്ലേ ഒരു പാവപ്പെട്ട മനുഷ്യന് പണക്കാരനാവാൻ പറ്റൂ? അതേ കഥയാണോടാ പറഞ്ഞത്. അപ്പോ പൈസ ഇങ്ങോട്ട് കിട്ടണം. ഇനി അത് എനർജിയുടെ ടേമിൽ പറ. ലോവർ എനർജി ഉള്ളവൻ, കുറവ് എനർജി ഉള്ളവൻ കൂടുതൽ എനർജി ഉള്ളവനായി മാറാൻ എവിടെന്നെങ്കിലും കുറച്ച് എനർജി അയാൾക്ക് കിട്ടണം. അപ്പൊ ഞാനിവിടെ എഴുതി വെക്കുകയാണ്, എനർജി അബ്സോർബ്ഡ്. എന്താണ്? എനർജി അബ്സോർപ്ഷൻ നടക്കണം, ഇങ്ങോട്ട് എടുക്കണം. ഇതിന് നേരെ ഓപ്പോസിറ്റ് പറയാണ്, ഒരാൾ ഹയർ എനർജിയിൽ നിന്ന് ലോവർ എനർജിയിലേക്ക് താഴ്ന്നു പോയി. അതായത് ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. n=4 ഒരു ഇലക്ട്രോൺ n=2 ഇങ്ങോട്ട് വന്നു എന്ന് വിചാരിച്ചോ. n=4 അയാൾ, അതായത് 4ാമത്തെ ഓർബിറ്റലിലായിരുന്നു അയാൾ. നേരെ രണ്ടാമത്തെ ഓർബിറ്റലിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങി വന്നു. അപ്പൊ എന്തായി? 4ൽ നിന്ന് 2ലേക്ക്. ആലോചിച്ചിട്ട് പറ. 4ൽ നിന്ന് 2ലേക്ക്. 4ഉം 2ഉം ആരാ ഹയർ? ഞാൻ നേരത്തെ പറഞ്ഞു, വലുതാരാ നോക്കിയാൽ മതി. 4ഉം 2ഉം ആരാ ഹയർ? 4. അപ്പൊ 4ൽ നിന്ന് 2ലേക്ക്, അതായത് ഹയർ എനർജിയിൽ നിന്ന് ലോവർ എനർജിയിലേക്ക്. കിട്ടിയാലോ? ഹയർ എനർജിയിൽ നിന്ന് ലോവർ എനർജിയിലേക്ക്. പറ. ഹയർ എനർജി പണക്കാരൻ, അങ്ങനെ ആലോചിക്ക്. ഹയർ എനർജി നല്ല പൈസ ഉള്ളവൻ, പണക്കാരൻ. ലോവർ എനർജിയിലേക്ക് ചാടി. ആരാ ലോവർ എനർജി? ലോവർ എനർജിയിൽ ആരാടാ ഉള്ളേ? പാവപ്പെട്ടവൻ. അപ്പൊ പണക്കാരൻ പണക്കാരൻ പാവപ്പെട്ടവനായി മാറി എന്നർത്ഥം. എന്നോട് പറ, ഒരു പണക്കാരൻ പാവപ്പെട്ടവനായി മാറണമെങ്കിൽ അയാൾക്ക് വീണ്ടും എവിടെന്നെങ്കിലൊക്കെ പൈസ കിട്ടണോ അതോ അയാളുടെ കയ്യിലുള്ളത് മുഴുവനും പുറത്തേക്ക് പോകണോ? എങ്ങനെയാണോ ഒരു പൈസക്കാരൻ പാവപ്പെട്ടവനായി മാറുക? അയാളുടെ കയ്യിലുള്ളത് മുഴുവനും പുറത്തേക്ക് പോകുമ്പോഴാണ്. എൻ്റെ അടുത്ത് 1 കോടി ഉറുപ്പ്യ ഉണ്ടായിരുന്നു. ഞാനൊരു ബിസിനസ് തുടങ്ങിയപ്പോൾ അത് മുഴുവൻ അങ്ങോട്ട് പോയി. ഇനി എൻ്റെ അടുത്ത് ആകെ 50,000 രൂപ ബാക്കിയുള്ളൂ. ഞാൻ എന്തായി? പണക്കാരൻ പാവപ്പെട്ടവനായി.
ദേ പണക്കാരൻ പാവപ്പെട്ടവനായി. ഹയർ എനർജിയിൽ നിന്ന് ലോവർ എനർജിയിലേക്ക് വന്നുമ്പോൾ എനർജി പുറത്തേക്ക് പോയി. അതുകൊണ്ടാണല്ലോ കൂടുതലുള്ളത് കുറവിലേക്ക് എത്തിയത്. അപ്പൊ ഞാൻ എന്താണ് എനർജി ഭാഷ ഉപയോഗിക്കുക അറിയാം? എനർജി എമിറ്റഡ്. എന്താണ്? എനർജി എമിറ്റഡ്. പഠിച്ചോ? ഇതൊന്നും വരക്കണ്ട, ഒക്കെ ഞാൻ നിങ്ങൾക്ക് നോട്ടാക്കിയിട്ട് കൃത്യമായ നോട്ട് തരും. ദേ ഇപ്പൊ ഹൃദയത്തിൽ അവിടെ ഉണ്ടാകാൻ വേണ്ടി വരച്ചു വെച്ചതാണ്. അപ്പൊ ഇതൊന്നും ഉറപ്പിച്ചു വെച്ചേക്ക്. ലോവർ എനർജിയിൽ നിന്ന് ഹയർ എനർജിയിലേക്ക് പോകുമ്പോ എന്താ? ലോവർ എനർജിയിൽ നിന്ന് ഹയർ എനർജിയിലേക്ക് പോകുമ്പോ സം എമൗണ്ട് ഓഫ് എനർജി ഈസ് അബ്സോർബ്ഡ്. കുറച്ച് എമൗണ്ട് ഓഫ് എനർജി അബ്സോർബ് ചെയ്യും. ഹയർ എനർജിയിൽ നിന്ന് ലോവർ എനർജിയിലേക്ക് വരുമ്പോ സം എമൗണ്ട് ഓഫ് എനർജി ഈസ് എമിറ്റഡ്. കുറച്ച് എനർജി പുറത്തേക്ക് പോകും. ഒന്നുകൂടി പറയാം, ഒന്ന് വിശാലമാക്കി നിങ്ങൾ എഴുതാൻ പോകുന്ന സെന്റൻസ് ആക്കിയിട്ട് പറയാം. when an electron transmits from, അയാൾ മൂവ് ചെയ്യുന്നു, ട്രാൻസ്മിറ്റ്സ് ഫ്രം ലോവർ എനർജി ടു ഹയർ എനർജി. ലോവർ എനർജിയിൽ നിന്ന് ഹയർ എനർജിയിലേക്ക് ഒരു ഇലക്ട്രോൺ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ സം എമൗണ്ട് ഓഫ് എനർജി ഈസ് അബ്സോർബ്ഡ്. കുറച്ച് എമൗണ്ട് ഓഫ് എനർജി അബ്സോർബ് ചെയ്യും. ക്ലിയർ ആണല്ലോ? when an electron transmits from higher energy to lower energy, മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ, ഹയർ എനർജിയിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ സം എമൗണ്ട് ഓഫ് എനർജി ഈസ് എമിറ്റഡ് ഓർ റിലീസ്ഡ്. കുറച്ച് എനർജി പുറത്തേക്ക് അങ്ങോട്ട് വിടും. ദിസ് എമൗണ്ട് ഓഫ് എനർജി ഈസ് കോൾഡ് അബ്സോർപ്ഷൻ സ്പെക്ട്രം ആൻഡ് എമിഷൻ സ്പെക്ട്രം. അബ്സോർബ് ചെയ്യുന്ന എനർജിയെ വിളിച്ച പേരാണ് അബ്സോർപ്ഷൻ സ്പെക്ട്രം. എമിറ്റ് ചെയ്യുന്ന എനർജിയെ വിളിച്ച പേരാണ് എമിഷൻ സ്പെക്ട്രം. കിട്ടിയോടാ? എന്താണ് അബ്സോർപ്ഷൻ സ്പെക്ട്രം? ദേ പിടിച്ചോ. when an electron transmits from lower energy to higher energy, some amount of energy is absorbed. This energy group is called absorption spectrum. ആ ഒരു എനർജിയെ വിളിച്ച പേരാണ്, എനർജി ഗ്രൂപ്പിനെ വിളിച്ച പേരാണ് അബ്സോർപ്ഷൻ സ്പെക്ട്രം. അല്ല, അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ് എമിഷൻ സ്പെക്ട്രം? ദേ കേട്ടോ. when an electron transmits from higher energy to lower energy, മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോ some amount of energy is released or some amount of energy is emitted. This group of energy is called emission spectrum. എമിഷൻ സ്പെക്ട്രം. ഭംഗിയായിട്ടൊന്ന് എഴുതി വെച്ചാലോ? അബ്സോർപ്ഷൻ ആൻഡ് എമിഷൻ സ്പെക്ട്രം എന്ന് എഴുതിയിട്ട് അതിന്റെ ഫസ്റ്റ് പോയിന്റ് ആക്കിയിട്ട് ഇങ്ങനെ എഴുതൂ. ആദ്യം നമുക്ക് ആ സ്റ്റെബിലിറ്റിയുടെയും എനർജിയുടെ ഒക്കെ കാര്യം എഴുതി വെക്കും. എന്താണ് സ്റ്റെബിലിറ്റിയുടെ എനർജിയുടെ ഒക്കെ കാര്യം എങ്ങനെയപ്പോൾ അതൊന്ന് എഴുതി വെക്കുക. ഇങ്ങനെ ആദ്യം നിങ്ങളൊരു കാര്യം ചെയ്യും. നിങ്ങളൊരു ന്യൂക്ലിയസ് ഇങ്ങനെ വരയ്ക്ക്. എൻ്റെ കൂടെ വരച്ചോട്ടെ ഒരു ന്യൂക്ലിയസ്. എന്നിട്ട് അതിൻ്റെ ചുറ്റുള്ള ഓർബിറ്റൽസിനെ നമുക്ക് ഇങ്ങനെ കാണിക്കാം. എന്നിട്ട് n is equal to 1, n is equal to 2, n is equal to 3, n is equal to 4, n is equal to 5 and so on. ഇവിടെ ഇങ്ങനെ കുത്തിട്ടിട്ട് അവസാനത്തെ ആളെ n is equal to infinity എന്ന് അടയാളപ്പെടുത്തുക. പ്ലീസ് പെട്ടെന്ന് എഴുതി വെച്ച് വീഡിയോ പൗസ് ചെയ്തിട്ട് ഇത് വരച്ചു വെക്കുക. വരച്ചു വെച്ചതിന് ശേഷം കണ്ടിന്യൂ ചെയ്യുക. n is equal to 1 കുറിച്ച് ഞാൻ ഇവിടെ എഴുതുകയാണ്. എന്താണ് എഴുതുന്നത്? ഞാൻ n is equal to 1 കുറിച്ച് എഴുതുകയാണ്. ഹൈ സ്റ്റെബിലിറ്റി, ഭയങ്കര സ്റ്റെബിലിറ്റിയാണ്. ഹൈ സ്റ്റെബിലിറ്റി ആണല്ലോ. എന്നിട്ട് അതിൻ്റെ താഴെ എഴുതാണ് ലോ എനർജി. ഇയാൾക്ക് തന്നെ നല്ല സ്റ്റെബിലിറ്റിയാണ്, പക്ഷെ ലോ എനർജിയാണ്. അതങ്ങനെ തന്നെയാണല്ലോ. സ്റ്റെബിലിറ്റി കൂടിയ എനർജി കുറയുമല്ലോ. അങ്ങനെ ഇനി ഓരോന്നിനും എഴുതാൻ നിൽക്കണില്ല. n is equal to ഇൻഫിനിറ്റിൻ്റെ അവിടെ എഴുതുകയാണേ. ലോ സ്റ്റെബിലിറ്റി അല്ലേ? ഇയാളുടെ സ്റ്റെബിലിറ്റി കുറവാണ് അല്ലേ? ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നതോറും സ്റ്റെബിലിറ്റി കുറഞ്ഞു വരും. പക്ഷേ ഹൈ എനർജി, ഇയാൾക്ക് എന്താണ്? ഹൈ എനർജി, ഭയങ്കര എനർജിയാണ്. കാരണം സ്റ്റെബിലിറ്റിക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണല്ലോ എനർജി. എന്നിട്ട് ഇതൊക്കെ വരച്ചിന് ഇതൊക്കെ എഴുതിയതിൻ്റെ താഴെ ഇങ്ങനെ ഒരു ബോക്സിലാക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത് എഴുതി വെച്ചോ. സ്റ്റെബിലിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എനർജി. നേരെ തിരിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞു, അങ്ങനെ തന്നെ എഴുതി വെച്ചോ. ഇത് നേരെ തിരിച്ച് രണ്ടും സെയിം ആണ് കേട്ടോ. സ്റ്റെബിലിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എനർജി എന്ന് പറഞ്ഞാലും എനർജി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെ. എന്നാലും നേരത്തെ നിങ്ങൾ കണ്ട് ശീലിച്ചത് ഇതായതുകൊണ്ട് അതന്നെ എഴുതി തരാം. എനർജി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്റ്റെബിലിറ്റി. ഇതൊരു പെട്ടിക്കോളത്തിലാക്കി ഹൃദയത്തിലാക്കി വെച്ചോ. വീഡിയോ പൗസ് ചെയ്തിട്ട് എഴുതി വെക്കുക. എഴുതി കഴിഞ്ഞതിന് ശേഷം കണ്ടിന്യൂ ചെയ്യുക. ന്യൂക്ലിയസ് എഴുതി, 1 എഴുതി, 2 എഴുതി, 3, 4, 5, 6 ആൻഡ് സോ ഓൺ. അവസാനത്താളെ ഇൻഫിനിറ്റി എന്ന് അടയാളപ്പെടുത്തി. n is equal to 1 അവിടെ എന്തെഴുതി? എന്താണ്? ഹൈ സ്റ്റെബിലിറ്റി ബട്ട് ലോ എനർജി. അപ്പോൾ അവസാനത്താളെ n is equal to ഇൻഫിനിറ്റിൻ്റെ അവിടെ എന്തെഴുതി?
ലോ സ്റ്റെബിലിറ്റി ബട്ട് ഹൈ എനർജി. പഠിച്ചല്ലോ. ഇനി നമുക്ക് അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്താണ്, എമിഷൻ സ്പെക്ട്രം എന്താണെന്നുള്ളതൊന്ന് എഴുതി വെക്കണം. അപ്പോൾ അതിൻ്റെ താഴെ സ്റ്റാർ ഇട്ട് എഴുതി തുടങ്ങിക്കോട്ടാ. സ്റ്റാർ ഇട്ടിട്ട് എഴുതി തുടങ്ങിക്കോളൂ. ഇങ്ങനെ സ്റ്റാർ ഇട്ടിട്ട് എഴുതി തുടങ്ങിക്കോളൂ. വെൻ ആൻ ഇലക്ട്രോൺ, എഴുതു മക്കളെ, വെൻ ആൻ ഇലക്ട്രോൺ ട്രാൻസ്മിറ്റ്സ് ഫ്രം, ഒന്നാമത്തെ സെൻറ്റൻസ് ആയതുകൊണ്ട് ഞാൻ എഴുതി തരാം. അബ്സോർപ്ഷൻ സ്പെക്ട്രം ഞാൻ എഴുതി തരാം. എഴുതിക്കോട്ടാ. എന്താണ്? വെൻ ആൻ ഇലക്ട്രോൺ transmits from എന്താണ്? ആദ്യം അബ്സോർപ്ഷൻ അല്ല എഴുതണേ, ഇങ്ങനെ എഴുതൂ. ലോവർ എനർജി ലെവൽ ടു ഹയർ എനർജി ലെവൽ കോമ ഇട്ടിട്ട് some amount of energy is absorbed. Some amount of energy is absorbed. Full stop ഇട്ടിട്ട് എഴുതിക്കോ. This absorbed amount of energy is called, എന്താണ്? This absorbed, ഇങ്ങനെ അബ്സോർബ് ചെയ്ത amount of energy, this absorbed amount of energy is called absorption spectrum. This absorbed amount of energy is called absorption spectrum. കിട്ടിയ? എന്താണ്? When an electron transmits from lower energy to higher energy, some amount of energy is absorbed. Sure. എന്തുകൊണ്ട്? പാവപ്പെട്ടവൻ പൈസക്കാരനായി, കുറച്ച് പൈസ ഇങ്ങോട്ട് കിട്ടി, അതെന്നെ പരിപാടി. ലോവർ എനർജി ഹയർ എനർജി ആയി, കുറച്ച് എനർജി ഇങ്ങോട്ട് കിട്ടി. Some amount of energy is absorbed. This absorbed amount of energy, ആ എനർജിയെ വിളിച്ച പേരാണെന്ത്? അബ്സോർപ്ഷൻ സ്പെക്ട്രം. ഓക്കെ ആണല്ലോ? മായ്ച്ചു. എഴുതി കഴിയാത്തവർ വീഡിയോ 10 സെക്കൻഡ് പുറകിലോട്ട് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും കാണാം. എക്സാമ്പിൾ അബ്സോർപ്ഷൻ സ്പെക്ട്രത്തിന്റെ എക്സാമ്പിൾ കണ്ടോട്ടാ. അബ്സോർപ്ഷൻ സ്പെക്ട്രത്തിന്റെ എക്സാമ്പിൾ കണ്ടോ? n is equal to 1 to n is equal to 2. ശരിയല്ലേ? നോക്കട്ടെ. ചെറുതിൽ നിന്ന് വലുതിലേക്കുള്ള എല്ലാം അബ്സോർപ്ഷൻ ആയിരിക്കും. n is equal to 1 to പറ, n is equal to 2. ശരിയല്ലേടാ? ചെറുതിൽ നിന്ന് വലുതിക്കാണല്ലോ പോയെ. നേരെ തിരിച്ചാണോ പറഞ്ഞെന്നുണ്ടെങ്കിലോ? n is equal to 2 to n is equal to 1. വലുതിൽ നിന്ന് ചെറുതിലോട്ട് എന്ന് പറഞ്ഞാൽ ഹയർ ടു ലോവർ കണ്ടോ? ഹയർ ടു ലോവർ. അപ്പൊ അബ്സോർപ്ഷൻ അല്ലല്ലോ നടക്കണേ. എന്താ നടക്കണേ? എമിഷനാണ് നടക്കണേ. അപ്പൊ നമ്മളിപ്പോ അബ്സോർപ്ഷനെ കുറിച്ചാണ് സംസാരിക്കണം. അതായത് ലോവർ ടു ഹയർ, ചെറുതിൽ നിന്ന് വലുതിക്കുള്ള പോക്ക്. 1 to 2 അതിന് പറ്റും. എഴുത്. n is equal to 2 to n is equal to 5 പറ്റും. ഇഷ്ടംപോലെ നമുക്ക് ഉണ്ടാക്കാം. എൻ്റെ ഒരു സമാധാനത്തിന് 2-3 പറഞ്ഞു എന്ന് മാത്രം. n is equal to 2 to n is equal to 5 പറ്റും. ശരിയല്ലേ? ചെറുതാണല്ലോ 2, 5 വലുതല്ലേടാ. n is equal to 10 to n is equal to infinity. കണ്ട? ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ പരമോന്നതിയിലുള്ള ആളാണ്, ഏറ്റവും വലിയ ആളാണ്. അതിനെ താഴെയാണ് ബാക്കി എല്ലാവരും. അപ്പൊ എന്തിൽ നിന്ന് ഇൻഫിനിറ്റിക്ക് പോയാലും, എങ്ങനെ? എന്തിൽ നിന്ന് ഇൻഫിനിറ്റിക്ക് പോയാലും അത് ഹയറാണ്. ഇൻഫിനിറ്റി ഹയറാണ്. അതൊക്കെ എന്തായിരിക്കും? അബ്സോർപ്ഷൻ സ്പെക്ട്രം ആയിരിക്കും. ഇഷ്ടംപോലെ എഴുതാം. എന്നാലും നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ആകാനുള്ള 1-2 എഴുതി വെച്ചിട്ട് ഞാൻ ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുന്നു. അബ്സോർപ്ഷൻ സ്പെക്ട്രത്തെ കുറിച്ച് നിങ്ങൾ സംസാരിച്ചു. നെക്സ്റ്റ് സ്റ്റാർ ഇട്ടിട്ട് എഴുതൂ. ഇനി എമിഷൻ സ്പെക്ട്രത്തെ കുറിച്ചാണ് സംസാരിക്കണേ. നേരത്തെ എഴുതിയ സെയിം സെന്റൻസ് തന്നെ, കുറച്ച് മാറ്റങ്ങളേ ഉണ്ടാവുള്ളൂ. എഴുതൂ. വെൻ ആൻ ഇലക്ട്രോൺ ട്രാൻസ്മിറ്റ്സ് ഫ്രം, നേരത്തെ എഴുതിയ സെയിം സെന്റൻസ് തന്നെ. നേരത്തെ ലോവർന്ന് ഹയറിലേക്കാണല്ലോ. ഇനിയിപ്പോൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഞാൻ പറഞ്ഞുതരാം. വെൻ ആൻ ഇലക്ട്രോൺ ട്രാൻസ്മിറ്റ്സ് ഫ്രം എന്താ? ഹയർ എനർജി ലെവൽ ടു ലോവർ എനർജി ലെവൽ. When an electron transmits from higher energy level to lower energy level. When an electron transmits from higher energy level to lower energy level, some amount of energy is emitted. കുറച്ച് പുറത്തേക്ക് വിടും, എമിറ്റ് ചെയ്യും. ഉറപ്പല്ലേ? പൈസക്കാരൻ പാവപ്പെട്ടവനാകുന്നു. എങ്ങനെ? കയ്യിലുള്ള പണം മുഴുവൻ പുറത്തേക്ക് പോയിട്ട്
പണത്തെ എനർജി ആയിട്ട് ചിന്തിക്ക്. ഹയർ എനർജി ഉള്ളവൻ ലോവർ എനർജി ആകുന്നു. എങ്ങനെ? കയ്യിലുള്ള എനർജി മുഴുവനും എമിറ്റ് ചെയ്തിട്ട് സം എമൗണ്ട് ഓഫ് എനർജി ഈസ് എമിറ്റഡ്. ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് എഴുതൂ. ദിസ് എമിറ്റഡ് എമൗണ്ട് ഓഫ് എനർജി ഈസ് കോൾഡ് this emitted amount of energy is called എന്താ? emission spectrum. This emitted amount of energy is called emission spectrum. This emitted amount of energy is called emission spectrum. This emitted amount of energy is called emission spectrum. കിട്ടിയല്ലോ? എക്സാമ്പിൾ ഇനി ഞാൻ എഴുതാൻ പോകുന്നത് എമിഷൻ സ്പെക്ട്രത്തിന്റെ എക്സാമ്പിൾ ആണ്. എന്തായിരിക്കും വ്യത്യാസം? നേരത്തെ എഴുതിയതിന്റെ വ്യത്യാസം എന്തായിരിക്കും? അബ്സോർപ്ഷൻ സ്പെക്ട്രത്തിൽ ചെറുതിൽ നിന്ന് വലുതിലേക്കാ പോയെ. ഇനി ഞാൻ പറയുന്നത് എമിഷൻ സ്പെക്ട്രം ആണ്. അപ്പൊ എന്ത് സംഭവിക്കണം? ഹയർ എനർജിയിൽ നിന്ന് ലോവർ എനർജിയിലേക്ക് വരണം അല്ലേ? അപ്പൊ നോക്കിക്കേ, n is equal to 10 to n is equal to 3. ഏത് വേണമെങ്കിലും എഴുതാം. എടാ 10ൽ നിന്ന് 3ലേക്ക്, വലുതിൽ നിന്ന് ചെറുതിലേക്ക് എമിഷൻ സ്പെക്ട്രം ആണ്. എഴുത്. n is equal to infinity to n is equal to ഒരു 7 കിടക്കട്ടെ. എനിക്ക് ഇഷ്ടമുള്ള സംഖ്യയാണ്. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുതാ. അതിൽ നിന്ന് എങ്ങോട്ട് പോന്നാലും എമിഷൻ ആയിരിക്കും. നേരത്തെ ഞാൻ എന്താ പറഞ്ഞേ? ഇൻഫിനിറ്റിയിലേക്ക് എവിടെ നിന്ന് പോയാലും അബ്സോർപ്ഷൻ ആയിരിക്കും എന്നാ ഞാൻ പറഞ്ഞത്. കാര്യം എന്താ? ഇൻഫിനിറ്റി ഏറ്റവും വലുതാണ്. ഇപ്പൊ ഞാൻ പറയണേ, ഇൻഫിനിറ്റിയിൽ നിന്ന് എങ്ങോട്ട് വന്നാലും എമിഷൻ ആയിരിക്കും. കാര്യം എന്താ? സെയിം റീസൺ. ഇൻഫിനിറ്റി ഏറ്റവും വലുതാണ്. ഇൻഫിനിറ്റിയിൽ നിന്ന് 7ലേക്ക് വന്നു, എമിഷൻ. പഠിച്ചാ? n is equal to 3 to n is equal to 1. കണ്ട? വലുതിൽ നിന്ന് ചെറുതിലേക്ക്, വലുതിൽ നിന്ന് ചെറുതിലേക്ക്, വലുതിൽ നിന്ന് ചെറുതിലേക്ക്, എല്ലാ വലുതിൽ നിന്ന് ചെറുതിലേക്കുള്ള ചാട്ടവും എമിഷൻ സ്പെക്ട്രമാണ് മക്കളെ. എമിഷൻ സ്പെക്ട്രമാണ്. എഴുതിയോ? എക്സാമ്പിൾ എഴുതുന്നു, പൗസ് ചെയ്തിട്ട് എഴുതുന്നു, എഴുതി വെക്കുന്നു, എഴുതി കഴിഞ്ഞാൽ വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നു. ഇത് നമ്മുടെ റിഥമാണ്. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. കിട്ടിയല്ലോ? ഇനി ഞാനൊരു സത്യം പറയാം. അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്താണ്, എമിഷൻ സ്പെക്ട്രം എന്താണ് എന്ന് നിങ്ങൾ പഠിച്ചു. എന്നാൽ ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ എമിഷൻ സ്പെക്ട്രത്തെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? കാണുന്നുള്ളൂ, പഠിക്കുന്നുള്ളൂ. അതിന് കാരണമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അബ്സോർപ്ഷൻ സ്പെക്ട്രം, ഇപ്പൊ ഇവിടെ ഒരു അബ്സോർപ്ഷൻ നടക്കണമെന്ന് വിചാരിച്ചു. ഈ ബോർഡിന്റെ സർഫസിൽ ഒരു അബ്സോർപ്ഷൻ നടക്കണമെന്ന് വിചാരിച്ചു. എനർജി അബ്സോർബ് ചെയ്യും, ശരിയല്ലേ? എനർജി അബ്സോർബ് ചെയ്യും. എമിഷൻ നടക്കുകയാണെങ്കിൽ എനർജി എമിറ്റ് ചെയ്യും, എനർജി പുറത്തേക്ക് വിടും. നമ്മൾ ഏതായിരിക്കും കാണുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങോട്ട് എടുക്കുന്ന എനർജി നമുക്ക് കാണാൻ പറ്റൂല. കാരണം എന്താ? അത് എനർജി അങ്ങോട്ട് എടുത്തു പോയല്ലോ, ഉപയോഗിച്ചല്ലോ. പക്ഷെ പുറത്തേക്ക് വരുന്ന എനർജി നമുക്ക് കാണാൻ പറ്റും. കാര്യം ആ എനർജി നമ്മളടുത്തേക്കാ വരണേ. ഇതിൽ നിന്ന് ഇപ്പോൾ എനർജി എമിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, എനർജി എമിറ്റ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കും. ഇതിൽ നിന്ന് ഇപ്പോൾ എനർജി പുറത്തേക്ക് വരുന്നുണ്ട്. ആ പുറത്തേക്ക് വരുന്ന എനർജി നമുക്കാണല്ലോ കിട്ടണേ. നമുക്കതിനെ പറ്റി പഠിക്കാലോ. ഇത് ഏത് ടൈപ്പ് എനർജിയാണ്, ഇതിൻ്റെ എനർജി എത്രയാണ്, ഇപ്പോൾ വന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ ഫ്രീക്വൻസി എത്രയാണ്, ഇങ്ങനെ പല ടൈപ്പ് നമുക്ക് പഠിക്കാൻ പറ്റും. എടാ മക്കളെ, അത് മാത്രമല്ല, നോക്കണേ, അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോവുകയാണ്. അബ്സോർപ്ഷൻ, ഈ ബോഡിയിൽ അബ്സോർപ്ഷൻ നടന്നു, അങ്ങോട്ട് ഒന്നും കാണൂല. കാര്യം എന്താ? അങ്ങോട്ട് എനർജി അങ്ങനെ പോകുന്നുണ്ട്. നമ്മുടെ അടുത്ത് നിന്ന് അങ്ങോട്ടാ പോണേ. നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റൂല. എത്ര അബ്സോർബ് ചെയ്തു എന്നോ നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റൂല. പക്ഷെ അവിടുന്ന് എനർജി എമിറ്റ് ചെയ്തു. എമിഷൻ നടക്കാറ് നമ്മളടുത്തേക്ക് ഇങ്ങോട്ട് വരികയാണല്ലോ. അപ്പൊ എനിക്കിങ്ങനെ നോക്കിയാൽ അവിടുന്ന് ഇങ്ങനെ ലൈറ്റ് പുറത്തേക്ക് വരുന്നവർ തോന്നും. എന്താ? ലൈറ്റ്. അബ്സോർപ്ഷനിൽ നമ്മളൊന്നും കാണൂല കേട്ടോ. പക്ഷെ എമിഷൻ എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വിടലാണല്ലോ. ലൈറ്റ് പുറത്തേക്ക് വരുന്നവർ തോന്നും. ലൈറ്റിന്റെ ടേമിലാണ് അവർ എനർജി പുറത്തേക്ക് വിടുന്നത്. അപ്പൊ എനർജി പുറത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ലൈറ്റ് പുറത്തേക്ക് വരിക എന്നാ. കാര്യം ആ ലൈറ്റിന്റെ എനർജിയാണ് അയാൾ ഉദ്ദേശിക്കുന്നത്. ലൈറ്റും എനർജിയും ഒക്കെ ഒന്ന് തന്നെ. എനർജി പുറത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ലൈറ്റ് പുറത്തേക്ക് വരിക എന്നാണ്. മനസ്സിലായോ? അപ്പൊ എനർജി പുറത്തേക്ക് വിടുന്നു എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഏതെങ്കിലും ഒരു കളർ ലൈറ്റ് പുറത്തേക്ക് വരും. മനസ്സിലായോ? അപ്പൊ അവിടുന്ന് ഞാനിപ്പോ ഇങ്ങനെ ഒരു അറ്റോമിക് ഇലക്ട്രോണിക് ട്രാൻസ്മിഷൻസ് ശ്രദ്ധിച്ച് പഠിക്കുകയാണ്. സ്പെക്ട്രോ കെമിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വെച്ചിട്ട് ഞാൻ അതിന്റെ സ്പെക്ട്രത്തെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് ഒരു ബ്ലൂ കളർ എനിക്ക് കിട്ടി. ഒരു ബ്ലൂ കളർ ഇങ്ങോട്ട് അടിച്ച പോലെ തോന്നി. എനിക്ക് എന്ത് മനസ്സിലായി? ബ്ലൂ കളറിന് ഇക്വലന്റ് ആയിട്ടുള്ള എനർജി അയാൾ പുറത്തേക്ക് വിട്ടു. പിന്നെ ഞാൻ പഠിച്ചപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഗ്രീൻ കളർ പുറത്തേക്ക് വരുന്നു. അപ്പൊ എനിക്ക് എന്ത് മനസ്സിലായി? ഒരു ഗ്രീൻ കളറിന് ഇക്വലന്റ് ആയിട്ടുള്ള എനർജി അയാൾ പുറത്തേക്ക് വിട്ടു.
അപ്പൊ എന്താ പറഞ്ഞു വന്നു വെച്ചാൽ ഇപ്പൊ പറഞ്ഞ കൺസെപ്റ്റ് ക്വസ്റ്റ്യൻ ഒന്നും അല്ല കേട്ടോ, പരീക്ഷയ്ക്ക് പഠിക്കേണ്ടതൊന്നല്ല, നിങ്ങൾ ഓർത്തിരിക്കാൻ പറഞ്ഞാണ്. അബ്സോർപ്ഷൻ നമ്മൾ കാണൂല, എമിഷൻ നടന്നാൽ നമ്മൾ കാണും. എന്തേ എമിഷൻ എന്ന് പറഞ്ഞാൽ എനർജി പുറത്തേക്ക് വിടല. എന്തിന്റെ ഫോമിലാ എനർജി പുറത്തേക്ക് വിടണേ? ഏത് രൂപത്തിലാ പുറത്തേക്ക് വിടണേ? പ്രകാശോർജം, ലൈറ്റ് എനർജി ആയിട്ടാ പുറത്തേക്ക് വിടണേ. എനർജി ആണല്ലോ ലൈറ്റ്. ലൈറ്റ് ഒരു എനർജി ആണടാ, ലൈറ്റ് എനർജി അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ പ്രകാശോർജം. അപ്പൊ എനർജി പുറത്തേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ ലൈറ്റ് ആയിട്ടാ പുറത്തേക്ക് വരുന്നത്. അപ്പൊ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഏതാണ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ എളുപ്പം? അബ്സോർപ്ഷൻ ആണോ? അല്ല, പിന്നെ ഏതാ? എമിഷൻ ആണ്. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് എമിഷൻ സ്പെക്ട്രം നമ്മൾ പഠിക്കുന്നത്. ഹെഡിങ് എഴുത്, എമിഷൻ സ്പെക്ട്രം. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ എമിഷൻ സ്പെക്ട്രം പഠിക്കുന്നത്. എമിഷൻ സ്പെക്ട്രം പഠിച്ചോ?